ശ്രീ സനോജ്, ഇന്നിപ്പോൾ താങ്കളുടെ വാക്കുകൾ കേട്ടു. അതായത് എന്താണ്, മന്ത്രിയുടെ വസതിയിലേക്ക് അല്ലെങ്കിൽ മന്ത്രിമാരുടെ വസതിയിലേക്ക് പ്രതിപക്ഷം സമരം നടത്തുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാക്കൾക്കൊക്കെ വീടുണ്ടെന്ന് ഓർക്കണം. അത് ഡിവൈഎഫ്ഐ കയ്യും വിട്ട് നോക്കി നിൽക്കില്ല, ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നൊക്കെയാണ്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ആ യാത്രാക്കാലത്ത് കണ്ട കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തനം ആവർത്തിക്കും എന്നതാണോ ആ വാക്കിന്റെ അർത്ഥം, ശ്രീ സനോജ്? ആഷ്മി, ഇവിടെ സാധാരണ നിലയിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടി രാഷ്ട്രീയം സജീവമായി ദൈനംദിനം ചർച്ച ചെയ്യുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം ഉണ്ടാവും. അത് എല്ലാ ഘട്ടത്തിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു പരിധിയെല്ലാം വിട്ട് ഈ മന്ത്രിമാരുടെ സ്വകാര്യ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടക്കുന്നത് സാധാരണ കാണാറുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് കാണാറുണ്ട്. സ്വകാര്യ വസതിയിൽ ഉൾപ്പെടെ മാർച്ച് നടത്തി ഈ ഒരു മരണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ചേർത്ത് ഞങ്ങൾ ഇതിനെല്ലാം അങ്ങ് അവസാനിപ്പിച്ച് കളയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ആ പ്രതിഷേധം ഈ ഒരു വിഷയത്തെ മുൻനിർത്തി സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അല്ലെങ്കിൽ അല്ലാത്ത വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിന്റെ ഉദ്ദേശം എന്താണ്? ഒരു പ്രൊട്ടസ്റ്റായി പോയി, ഡെമോൺസ്ട്രേഷനായി പോയി ആ മന്ത്രിയുടെ വീട് കമ്പ് പൊളിച്ച് അവിടെ ഒരു കൊടിനാട്ടുക എന്ന ഉദ്ദേശമൊന്നും ആർക്കും ഇല്ലല്ലോ. സമരമായി അങ്ങോട്ടേക്ക് പോകും, അവിടെ ബാരിക്കേഡ് ഉണ്ടാകും, ബാരിക്കേഡ് മറികടക്കാൻ നോക്കും, അവിടെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ പരമാവധി ലാത്തി ചാർജ് ഉണ്ടാകും. അതും ഉണ്ടായില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അറസ്റ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടുപോകും. അത് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നതല്ലോ. പ്രത്യേകിച്ച് സനോജിന് അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് സമരമുഖങ്ങളിൽ സനോജ് ഉണ്ടായിരുന്നതല്ലേ. അപ്പൊ അതിന് ഡിവൈഎഫ്ഐ ഇറങ്ങണോ? പോലീസിൽ ഉണ്ടല്ലോ കേരളത്തിൽ. ഞങ്ങള് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളോടൊന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താം, മന്ത്രി ഓഫീസിലേക്ക് മാർച്ച് നടത്താം. അതിൽ നിന്നും വിഭിന്നമായിട്ട് മന്ത്രിയുടെ സ്വകാര്യ വസതിയിലേക്ക്, വീട്ടിലേക്കുള്ള മാർച്ച്, ഇങ്ങനെ തുടങ്ങിയ ചില ഭീഷണി പ്രസംഗങ്ങൾ, ഇങ്ങനെ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണം ഉണ്ടാവും. അത് എല്ലാ കാലത്തും അത്തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെയോ സമരത്തെയൊന്നും ഞങ്ങൾ ആരും തള്ളിക്കളയുന്നില്ല. സമരത്തിൻ്റെതായ വഴിക്ക് പോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ എതിരല്ല. പിന്നെ ഇവർ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരികയാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സമരങ്ങൾ പുതിയ കാര്യമല്ല. അതൊരു സമരസംഘടനയായ ഡിവൈഎഫ്ഐയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന സനോജിന് നന്നായി അറിയാം. സോളാർ സമരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാ മന്ത്രിമാരെയും തെരുവിൽ തടഞ്ഞു, എല്ലാ മന്ത്രിമാരെയും കരിങ്കൊടി കാണിച്ചു. ഒരു കല്ലേറിൽ ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റു, ഉമ്മൻചാണ്ടിയുടെ നെറ്റി മുറിഞ്ഞു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലുള്ള വീട്ടിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തി. ഇതൊക്കെ വലിയ കാര്യമാണോ ശ്രീ സനോജ്? ഞാൻ പറഞ്ഞല്ലോ മന്ത്രിമാരെ തടയുന്നതിനോ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നതിനോ മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നതിനോ ഞങ്ങൾ എതിരല്ല. പക്ഷെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് മന്ത്രിമാരുടെ സ്വകാര്യ വീട്ടുകളിലേക്ക് മാർച്ച് നടത്തുക, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക, നാട്ടിലാകെ കലാപത്തിന് ആഹ്വാനം ചെയ്യുക, ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഇനി താങ്കൾ പറഞ്ഞു വന്നത് ഇവിടെ ശ്രീ സനോജ് ഇവിടെ ശ്രീ വി കെ സനോജിന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടില്ല. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടില്ല. പ്രതിഷേധ മാർച്ച് ഉണ്ടാവുന്ന ആരുടെ വീട്ടിലേക്കാണ്? അത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേർക്കും മന്ത്രി VN വാസവന്റെ നേർക്കും അല്ലെങ്കിൽ ആണല്ലോ പ്രതിഷേധം. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഈ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ 68 വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു. ആ സാധു സ്ത്രീ ജസ്റ്റ് ആ സെനേറിയോ തിരിച്ചിട്ട് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പ്രതിപക്ഷത്താണെന്ന് ആലോചിച്ച് നോക്കൂ. സനോജ് പ്രതിഷേധിക്കാൻ വീട്ടിൽ കയറിയിരിക്കുമോ? എന്തൊരു സമരങ്ങൾ കണ്ടേനെ കേരളം. ഇതൊക്കെ ചെറുതല്ലേ സനോജ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ? ഞാൻ പറഞ്ഞല്ലോ, ആഷ്മി ഞാൻ പറഞ്ഞല്ലോ, കേരളം കുറെ കൂടി പൊളിറ്റിക്കലായി ഇത്തരം സമരങ്ങൾ നേരത്തെയും ഏറ്റെടുത്തിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. അതിനൊന്നും ആരും എതിരല്ല. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഒരു സമരത്തിനും ഞങ്ങൾ എതിരല്ല. പക്ഷേ മന്ത്രിയുടെ വീട്ടിലേക്ക്, അത് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിക്കോ, നിങ്ങൾ മറ്റ് മന്ദിരങ്ങളിലേക്ക് മാർച്ച് നടത്തിക്കോ, മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കോ, മറ്റ് തലത്തിൽ മന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ മന്ത്രിയുടെ ബന്ധുക്കൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട കുടുംബക്കാരൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു മാർച്ചുമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയല്ല. ഒരു സമരത്തിന്റെ ഉള്ളടക്കത്തെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോവും. അത് നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും. ആ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഡിവൈഎഫ്ഐക്കുണ്ട്. ആ അഭിപ്രായമാണ് ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തിയത്.